ദുബായ് അൽ മുസ്തഖ്ബാൽ സ്ട്രീറ്റിൽ വൻ വികസന പദ്ധതികൾ നടപ്പിലാക്കുന്നു. ഇതോടെ യാത്രാസമയം 13 മിനിറ്റിൽ നിന്നും 6 മിനിറ്റായി കുറയും. സബീൽ പാലസ് സ്ട്രീറ്റ് ഇന്റർസെക്ഷൻ മുതൽ ഫിനാൻഷ്യൽ സെന്റർ സ്ട്രീറ്റ് വരെയുള്ള വികസനമാണ് പദ്ധതിയിലൂടെ നടപ്പാക്കുക. ദുബായ് അൽ മുസ്തഖ്ബാൽ സ്ട്രീറ്റിൽ അടിസ്ഥാന സൗകര്യങ്ങളും പൊതുഗതാഗത സംവിധാനവുമാണ് മെച്ചപ്പെടുത്തുക. 1700 മീറ്റർ നീളത്തിൽ പാലങ്ങളുടെയും ടണലുകളുടെയും നിർമ്മാണം, ഓരോ ദിശയിലും 3 മുതൽ 4 വരെയായി പാതകളുടെ വീതി കൂട്ടൽ എന്നിവയും വികസനത്തിൽ ഉൾപ്പെടും. ഇതുവഴി വാഹന ഗതാഗത ശേഷി 33% വർദ്ധിപ്പിക്കും. പദ്ധതി നടപ്പാകുന്നതോടെ ഇരു ദിശകളിലേക്കും മണിക്കൂറിൽ 6600 വാഹനങ്ങൾ എന്നതിൽ നിന്നും 8800 വാഹനങ്ങളായി വർദ്ധിക്കും. യാത്രാസമയം 13 മിനിറ്റിൽ നിന്നും 6 മിനിറ്റായി കുറയുകയും ചെയ്യും. 63.3 കോടി ദിർഹത്തിന്റെ വികസന പദ്ധതികളാണ് നടപ്പിലാക്കുക. കഴിഞ്ഞ വർഷം അവസാന പാദത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചതായി RTA ചെയർമാൻ മാത്രൽ തായർ പറഞ്ഞു. പദ്ധതി നിരവധി പ്രധാന വാണിജ്യ റെസിഡൻഷ്യൽ വികസന മേഖലകൾക്ക് സേവനം നൽകും. 4 പതിറ്റാണ്ടിലേറെയായി ജൈടെക്സ്, അറേബ്യൻ ട്രാവൽ മാർക്കറ്റ്, അറബ് ഹെൽത്ത്, ഗൾഫ് ഫുഡ്, ട്രാൻസ്പോർട്ട് എക്സിബിഷൻ തുടങ്ങി അന്താരാഷ്ട്ര പരിപാടികൾക്കും പ്രദർശനങ്ങൾക്കുമായുള്ള പ്രധാന വേദിയായ ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിന് സമീപമായാണ് പദ്ധതി. ജനം, ദുബായ്. 3 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി മധ്യപ്രദേശ് മുഖ്യമന്ത്രി ഡോക്ടർ മോഹൻ യാദവ് UAE-യിലെത്തി. ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇന്ത്യൻ കോൺസൽ ജനറൽ സതീഷ് കുമാർ ശിവൻ അദ്ദേഹത്തെ സ്വീകരിച്ചു. മധ്യപ്രദേശിനെ ഒരു ആഗോള നിക്ഷേപ കേന്ദ്രമായി മാറ്റാൻ ലക്ഷ്യമിട്ടാണ് ഡോക്ടർ മോഹൻ യാദവിന്റെ UAE സന്ദർശനം. സന്ദർശനത്തിന്റെ ഭാഗമായി UAE-യിലെ ഭരണകർത്താക്കളുമായും ഇന്ത്യൻ സമൂഹവുമായും മുഖ്യമന്ത്രി കൂടിക്കാഴ്ച നടത്തും. മധ്യപ്രദേശിലെ നിക്ഷേപ സാധ്യതകൾ അദ്ദേഹം അവതരിപ്പിക്കും. ഗ്ലോബൽ ഡയലോഗ് 2025 എന്ന് പേരിട്ടിരിക്കുന്ന വിദേശ സന്ദർശനത്തിന്റെ ഭാഗമായി സ്പെയിനും ഡോക്ടർ മോഹൻ യാദവ് സന്ദർശിക്കും.